അപ്പോൾ കോട്ടയം ജില്ലയിൽ മൊത്തത്തിൽ പൂഞ്ഞാറും പാലയിലും ആയിരുന്നല്ലോ ഒരു കടുത്ത മത്സരം നടന്നിരുന്നത്. അപ്പോൾ ബാക്കി മണ്ഡലങ്ങളിലും ബി.ജെ.പിയുടെ സീറ്റ് പ്രതീക്ഷകൾ എങ്ങനെയാണ് മൊത്തത്തിൽ? അല്ല അത് എന്നോടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് 8 മുതൽ 20 സീറ്റ് വരെയാണ് BJPക്ക് വിജയ സാധ്യതയായി പ്രവചിക്കപ്പെടുന്നത്. ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതലാണ് ഞങ്ങളുടെ പ്രവചനം. ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് സ്വാഭാവികമായിട്ടും ത്രികോണ മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു നല്ല പ്രതീക്ഷ. എന്താണെങ്കിലും കേരളത്തിന്റെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് NDA എന്നുള്ള മുന്നണി മാറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 30 സീറ്റുകളിലടക്കം ബി.ജെ.പി നിർണായക സ്വാധീനമാണല്ലോ. അപ്പോൾ അവിടെ 46 സീറ്റുകളിൽ വളരെ നിർണായകമായ മത്സരമാണ് BJP കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ റിസൾട്ടിനെ സംബന്ധിച്ച് ഇനി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണെങ്കിലും റിസൾട്ട് വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ വിലയിരുത്താം. അങ്ങനെയാണെങ്കിലും ഒരു മുന്നണി സംവിധാനം എന്ന നിലയിൽ അജയ്യമായ ഒരു ശക്തിയായി തെരഞ്ഞെടുപ്പോടുകൂടി BJP മാറി. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇവിടെ 2 മുന്നണികളെ ഉണ്ടാവുള്ളൂ. അതിലൊന്ന് BJP ആയിരിക്കും, അല്ലെങ്കിൽ NDA ആയിരിക്കും. ഏതായിരിക്കും തകരുന്ന മുന്നണി? ഏതായിരിക്കും? CPM ആണോ അതോ കോൺഗ്രസ് ആണോ? അത് പറയാൻ പറ്റില്ല. ഡിപ്പെൻസ്. ഈ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരുന്നോ മറ്റേ മുന്നണി തകരും. ബി.ജെ.പിക്ക് അപ്പോൾ ഒരു 20 സീറ്റ് ഷുവർ ആണല്ലേ ഇപ്പൊ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ? അല്ല, ഞാൻ പറഞ്ഞില്ലേ 2 മുതൽ 20 സീറ്റ് വരെ ടൈറ്റ് ഫൈറ്റ് ആണ്. ഇപ്പൊ ഇന്റലിജൻസിന് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, ആർക്കും വ്യക്തമായി 2 മുന്നണിക്കും വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ സ്വാഭാവികർക്കും BJP പ്രതിരോധിക്കുന്നവർ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ഭരണത്തിൽ വരാനേ അവർക്ക് കഴിയും. അല്ലെങ്കിൽ LDF എന്ന നിലയിലോ UDF എന്ന നിലയിലോ അധികാരത്തിൽ വരാൻ അവർക്ക് കഴിയും ഞാൻ വിശ്വസിക്കുന്നില്ല.